ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം സുഹൃത്തുക്കളെ. ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യാനുള്ള ഒരു കാരണമെന്ന് പറയുന്നത്, സാധാരണ ഇതിൽ ഞാൻ എൻ്റെ വണ്ടിയുടെ വീഡിയോ എടുത്തിട്ട് വണ്ടിയുടെ വീഡിയോ പോസ്റ്റ് ചെയ്യും. ഞാൻ അതിനോട് വോയിസ് ഓവർ കൊടുക്കും, വണ്ടിയെക്കുറിച്ച് അറിയിക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത്. ഈ വീഡിയോ ഇത് വരാനുള്ള കാരണം, കുറച്ച് ദിവസങ്ങളായിട്ട് ഒരു പ്രചരണം നടക്കുന്നുണ്ട്. ഡൽഹിയിൽ 10 വർഷം കഴിഞ്ഞ വണ്ടികൾക്ക് ഡീസൽ കൊടുക്കുന്നില്ല, 15 വർഷം കഴിഞ്ഞ വണ്ടികൾക്ക് പെട്രോൾ കൊടുക്കാൻ പാടില്ല എന്ന് പുതിയ ഓർഡർ വന്നിട്ടുണ്ടെന്നൊക്കെ. ആ പറഞ്ഞ നിയമം ശരി തന്നെയാണ്. അങ്ങനെ ഒരു ഓർഡർ പുതിയത് വന്നിട്ടുണ്ട്. 10 വർഷം കഴിഞ്ഞ ഡീസൽ വണ്ടികൾക്കും 15 വർഷം കഴിഞ്ഞ പെട്രോൾ വണ്ടികൾക്കും ഡൽഹിയിൽ പെട്രോളും കൊടുക്കാൻ പാടില്ല എന്ന് പുതിയ ഓർഡർ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. അത് ഗവൺമെന്റ് നടപ്പാക്കി വരുന്നുമുണ്ട്. ശരി തന്നെയാണ്. പക്ഷേ നമ്മൾക്ക് ഇതുകൊണ്ട് എന്താണ് പ്രയോജനം എന്നുള്ളതാണ് എന്റെ ചോദ്യം. 10 വർഷം കഴിഞ്ഞ ഡീസൽ വണ്ടി ഡൽഹിയിൽ കാര്യഗൗരവമായിട്ട് അങ്ങനെ കിട്ടാനില്ല. 1-2 വണ്ടികൾ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അത് കിട്ടിയാലും നമുക്ക് DL രജിസ്ട്രേഷൻ നമ്പർ ആണെങ്കിൽ, ഡൽഹി നമ്പർ വണ്ടികളാണെങ്കിൽ നമ്മൾക്ക് അതിന്റെ NOC നമുക്ക് അവൈലബിലിറ്റി ഇല്ല. 10 വർഷവും ഒരു ദിവസവുമെങ്കിലും കഴിഞ്ഞു പോയ വണ്ടികളുടെ NOC നമ്മൾക്ക് കിട്ടില്ല. പെട്രോൾ വണ്ടി 15 വർഷമായാൽ അതിന്റെ ഫിറ്റ്നസ് എക്സ്പയർഡ് ആണ്, പിന്നെ അതിന്റെയും NOC കിട്ടില്ല. അപ്പോൾ പിന്നെ അങ്ങനെ വില കുറഞ്ഞ വണ്ടി കൊണ്ടുവന്നിട്ട്, അങ്ങനെ വില കുറച്ച് വണ്ടി കിട്ടിയാൽ തന്നെ കൊണ്ടുവന്നിട്ട് നമ്മൾക്ക് എന്താണ് പ്രയോജനം? ഡീസൽ വണ്ടികൾ 10 വർഷവും ഒരു ദിവസവും കഴിഞ്ഞ വണ്ടികൾക്ക് പോലും 100% ഉറപ്പിച്ച് പറയാം, സൗത്ത് ഇന്ത്യയിലേക്ക് ഡൽഹി ഗവൺമെന്റിന്റെ സൈഡിൽ നിന്ന്, ഡൽഹി RTOയിൽ നിന്ന് NOC ഇഷ്യൂ ചെയ്യുന്നില്ല. അത് 100% ഉറപ്പിച്ച് പറയുന്ന കാര്യമാണ്. മറ്റ് ചില സ്റ്റേറ്റുകളിലേക്ക് NOC കൊടുക്കുന്നുണ്ടെന്നൊരു അറിവുണ്ട്. അതിനെക്കുറിച്ച് അത്ര വ്യക്തമായ അറിവ് എനിക്കില്ല. ബട്ട് കേരളത്തിലോട്ട്, നമ്മുടെ സൗത്ത് ഇന്ത്യയിലേക്ക് ഒരു സ്റ്റേറ്റിലോട്ടും NOC കിട്ടില്ല എന്നുള്ളത് 100% ഉറപ്പിച്ച് പറയാവുന്ന കാര്യമാണ്. നമ്മൾ ഈ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ, ഡൽഹിയിൽ നിന്ന് വണ്ടി കൊണ്ടുവന്ന് കേരളത്തിൽ കൊച്ചിയിൽ കൊണ്ടുവന്ന് വിൽക്കുന്ന ഒരാളെന്ന നിലയിൽ ഞാൻ ഉറപ്പിച്ച് പറയാം, അങ്ങനെ നമ്മൾക്ക് വില കുറച്ച് വണ്ടി അവിടെ നിന്ന് കിട്ടാനുമില്ല. അഥവാ എവിടെന്നെങ്കിലും നിങ്ങൾക്ക് കിട്ടിയാൽ തന്നെ അതിന്റെ NOC നിങ്ങൾക്ക് കിട്ടത്തുമില്ല. അത് 100% ഉറപ്പ് ശ്രദ്ധിച്ചു വെക്കുക. ആരെങ്കിലുമൊക്കെ പറയുന്നത് കേട്ടിട്ട് ഡൽഹിയിൽ പോയിട്ട് ചെറിയ വിലയ്ക്ക് വണ്ടി മേടിക്കുകയോ, അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ഓഫർ പറഞ്ഞിട്ട് 15 ലക്ഷം രൂപ വിലയുള്ള വണ്ടി 5 ലക്ഷത്തിന് തരാം, 10 ലക്ഷം വിലയുള്ള വണ്ടി 4 ലക്ഷത്തിന് തരാമെന്നൊക്കെ പറഞ്ഞ ഓഫറുകൾ പറഞ്ഞിട്ട് ആരെങ്കിലുമൊക്കെ അങ്ങനെ നമ്മളെ ചതിയിൽപ്പെടുത്തി നമ്മുടെ പൈസ നമ്മളെ പറ്റിക്കാനിടയാകുന്ന സാഹചര്യം മാത്രം വരരുത് എന്ന് എനിക്ക് പറയാനുള്ളൂ. കാരണം അങ്ങനെ കുറെ ആൾക്കാരുണ്ട്. ഓഫറിൽ വണ്ടി മേടിച്ചു തരാം, ഞാനിവിടെ ഉള്ള ആളാണ് എന്നൊക്കെ പറഞ്ഞ് മേടിക്കുന്ന കുറെ ആളുകളുണ്ട്. ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ പല സുഹൃത്തുക്കളും നമ്മളെ സമീപിക്കുമ്പോൾ നമ്മുടെ അടുത്ത് വണ്ടി മേടിക്കാൻ വന്നിട്ട് പല ആളുകളും ഇങ്ങനെയുള്ള ഒരു എക്സ്പീരിയൻസ് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. വണ്ടി മുമ്പ് മേടിച്ച് വണ്ടിക്ക് NOC കിട്ടിയിട്ടില്ല, 4 വർഷമായി, 2 വർഷമായി, 1 വർഷമായി എന്നൊക്കെ പറഞ്ഞുള്ള പല കേസുകളും അങ്ങനത്തെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഇത്തരം കുപ്രചരണങ്ങളിൽ പിന്നെ നമ്മൾ വീണ് പോകരുത്. ഒരാൾക്കും ഇവിടുന്ന് നമ്മൾ പൈസ ഇട്ട് കൊടുക്കരുത്. അങ്ങനെ വില കുറഞ്ഞ വണ്ടി എന്ന് പറഞ്ഞ് മാർക്കറ്റിൽ കിട്ടില്ല. അല്ലെങ്കിൽ അതിന് അതിൻ്റെതായ പോരായ്മകൾ കാണും. അല്ലെങ്കിൽ ഡേറ്റ് കഴിഞ്ഞ വണ്ടിയാണെങ്കിൽ NOC അവൈലബിലിറ്റി ഇല്ല, അത് കിട്ടില്ല ഒരിക്കലും. അതുകൊണ്ട് നിങ്ങൾ പ്രോപ്പറായിട്ട് ഡീൽ ചെയ്യുന്ന ആളുകളോട്ട് മാത്രം ഡീൽ ചെയ്യുക. ഇത്തരം വ്യാജ പ്രചരണങ്ങൾ നടത്തുന്ന ആളുകളുടെ ചതിയിൽ പെടാതിരിക്കുക എന്നുള്ള ഒരു റിക്വസ്റ്റ് മാത്രം ഈ സമയത്ത് എനിക്ക് പറയാനുള്ളത്. സോ താങ്ക് യു സോ മച്ച്. നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ നമ്മളിപ്പോൾ അടുത്ത ദിവസങ്ങളിൽ പുതിയ വണ്ടികൾ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾക്ക് പുതിയ CLA 200 വന്നിട്ടുണ്ട്, GLE വന്നിട്ടുണ്ട്, ഫോർച്യൂണർ വന്നിട്ടുണ്ട്, ക്രിസ്റ്റ വന്നിട്ടുണ്ട്. ഇതെല്ലാം വീഡിയോകൾ നമുക്ക് നാളെ മറ്റന്നാളെ കിട്ടുമോരെന്ന് പറയുന്നിട്ട് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. എല്ലാവരും വീഡിയോ കാണുക, താല്പര്യമുള്ളവർ വിളിക്കുക. നമ്മളെ ലൊക്കേഷൻ എറണാകുളത്ത് കലൂരാണ്. കലൂർ സ്റ്റേഡിയത്തിന്റെ അടുത്താണ് നമ്മളുടെ ലൊക്കേഷൻ. താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക, വന്ന് ടെസ്റ്റ് ഡ്രൈവ് നടത്തി. അതേപോലെ നമ്മൾ ക്വാളിറ്റിയുള്ള വണ്ടികൾ മാത്രം കൊടുക്കുക എന്നുള്ള ഒരു നിശ്ചയദാർഢ്യം നമ്മൾക്കുണ്ട്. അതിനകത്ത് യാതൊരു വിട്ടുവീഴ്ചയുമില്ല. കൊടുക്കുന്ന പ്രൊഡക്റ്റ് നല്ലതായിരിക്കും, യാതൊരു സംശയമുണ്ട് അക്കാര്യത്തിൽ. അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്. നന്ദി.